ഞാൻ ഹൈമാവതി. ഞാൻ ഹൈമാവതി കൃഷിയിൽ വ്ലോഗ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ ഇവിടെ എന്നാ വളരെടുക്കാൻ പോകുന്നത് വെച്ചാൽ ഇത് പിന്നെ നമ്മുടെ താലോലി ഇത് കണ്ട താലോലി ഉണ്ടായിട്ടുണ്ട ഇത് തലയെല്ലാം പിടിച്ച് വെട്ടി കൊടുക്കട്ടെ. ഇതെല്ലാം ഇപ്പോൾ ഒരു മാസത്തിലിടക്ക് ഉണ്ടായിട്ടുള്ള സാധനം ഇത് കണ്ട ഒന്നിനും ഉണ്ടാകുന്നുണ്ട, നല്ലപോലെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഇതിൽ മേലെല്ലാം മുട്ടെണ്ണം വരുന്നുണ്ട്, ഇതെല്ലാം വരുന്നുണ്ട്. ഇതാ തലവലി ഇതെല്ലാം മുട്ടിൻ്റെ ഓരോരോ മുട്ടിലും ഓരോന്നോരോന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതാ ചെറുത് ഓരോരോ മുട്ടിലും ഓരോന്നിങ്ങനെ വിരിഞ്ഞ് വരും, ഇതേപോലെ വിരിഞ്ഞ് വരുന്നുണ്ട്, അത് വളരുന്നുണ്ട്. ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഈ തായലെല്ലാം പോയതെല്ലാം കെട്ടി കൊടുക്കണം കയറെടുത്തിട്ട്. അതിനാണ് ഞാനിപ്പം കാണിച്ചത്. നിങ്ങൾ കണ്ടോ? ഇതിങ്ങനെ കെട്ടി കൊടുക്കുക, ഇങ്ങനെ കെട്ടുക. ഇങ്ങനെ കെട്ടിയിട്ടില്ലെങ്കിൽ എന്ന് വെച്ചാൽ പൊളിഞ്ഞിട്ട് വീണ് പോകും. അതിനാണ് ഈ പണി എടുക്കുന്നത്. ഇത് ഇങ്ങനെ കെട്ടി കൊടുക്കാനാണ്. ഇത് വേണ്ട താലോലി വേണ്ട, താലോലി ഉണ്ടാകുന്ന കേട്ടോ, നല്ലോണം ഉണ്ടാകുന്നുണ്ട് കണ്ട. നല്ലപോലെ ഉണ്ടാകുന്നുണ്ട്. ഇത് താലോലിയാണ് കണ്ട, താലോലി കണ്ട. താലോലി മുട്ടെണ്ണം ഉണ്ടാവും. ഇനിയിപ്പോൾ നല്ലപോലെ ഉണ്ടാവും. ഇത് കണ്ട മുതിര, ഇതാണ് മുതിരി. ഇത് ഉണ്ടായാൽ നമ്മൾ മരുന്നൊന്നും അടിക്കണ്ട. ഇത് കണ്ട മുതിരി എന്ന് പറയുന്നത് വെച്ചാൽ പറിച്ച് കാണിച്ചു തരാം. പറിച്ചിട്ട് തന്നെ കാണിക്കാം. ഇതാണ് ഒരു ഉറുമ്പായത് കണ്ട. ഇതുണ്ടായാൽ ഒന്നും നമ്മൾ പിന്നെ ഉറുമ്പ് കയറിക്കോളൂ. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ പ്രാണിയൊന്നും വേണ്ട, ഇനി മരുന്നൊന്നും അടിക്കേണ്ടി വരില്ല. അങ്ങനെ എന്തെങ്കിലും നമുക്ക് നന്നാവാൻ വേണ്ടിയിട്ട് അടിക്കുന്ന മരുന്നല്ലാണ്ട് മറ്റുള്ളതൊന്നും മരുന്ന് അടിക്കേണ്ടി വരില്ല. എന്ന് വെച്ചാൽ ഈ ഉറുമ്പ് തിന്നോളൂ, കടിച്ചോളൂ. വല്ലാണ്ട് കടിക്കും, അത് നമ്മളെ തൊടുമ്പോൾ വല്ലാണ്ട് കുഴിക്കും. ആ ചുവന്ന ഉറുമ്പാണ് അത്. ഇതിങ്ങനെ ഇതെല്ലാം കൊണ്ട് കയറിയിട്ട് ഇതെല്ലാം വേണ്ട. താലോലി ഉണ്ടാകുന്നുണ്ട്, ഇഷ്ടംപോലെ താലോലി ഉണ്ടാകുന്നുണ്ട്. ഇത് വേണ്ട, വേണ്ട താലോലി ഇതെല്ലാം ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട്. ഇത് കക്കിരിയാണ്, ഇതെല്ലാം താലോലിയാണ്. ഇത് വേണ്ട, കക്കിരി ഉണ്ടാകുന്നുണ്ടോ? ഇത് കക്കിരിയാണ് കേട്ടോ. ഇത് വേണ്ട, ഇതിനൊന്ന് കെട്ടിക്കൊടുക്കട്ടെ. ഇതിങ്ങനെ കെട്ടിക്കൊടുക്കാഞ്ഞാൽ ഇത് ഇങ്ങോട്ട് ഇങ്ങേന്ന് പോകും. ഇതിങ്ങനെ തല കെട്ടി കൊടുക്കണം. ഇങ്ങനെ ഓരോന്ന് തല ഇങ്ങനെ പിടിച്ച് കെട്ടിയിട്ട് കൊടുക്കണം. ഇത് വേണ്ട, ഇങ്ങനെ കെട്ടി കൊടുക്കണം. ഇതിങ്ങനെ പിടിച്ചിട്ട് കെട്ടി കൊടുക്കണം. കണ്ട, ഇതിങ്ങനെ കെട്ടുക. ഇതിങ്ങനെ കെട്ടിയാൽ മാത്രമേ മേലോട്ട് കയറുള്ളൂ. അല്ലെങ്കിൽ ഇത് താഴോട്ടേക്ക് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ വീണ് പോകും. ആ വീണ് പോകുന്നതിനാണ് ഇതിങ്ങനെ നമ്മളിങ്ങനെ പൊതിച്ച് വെച്ചിട്ട് കെട്ടുന്നു. താഴോട്ടേക്ക് തല താണു പോയാൽ കായ് ഉണ്ടാവില്ല. പിന്നെ ആ തല കൂമ്പിച്ചിട്ട് ആ തല നീണ്ടു വരില്ല. അതിനാണ് ഇത് കെട്ടി കൊടുക്കുന്നത്. ഇതിങ്ങനെ കെട്ടി കൊടുത്താൽ, നമ്മൾ വൃത്തിയിൽ കെട്ടി കൊടുത്താൽ അത് ഒന്നും സംഭവിക്കില്ല. ഇതാണ് നമ്മളെ പച്ചക്കറീൻ്റെ ഇത്. നല്ല കായെല്ലാം ഉണ്ടായി തുടങ്ങി. ഇപ്പോൾ നിങ്ങൾ കണ്ടതിനെല്ലാം എൻ്റെ എല്ലാ അനുഭവങ്ങളും ഞാൻ പണിയെടുക്കുന്നതെല്ലാം നിങ്ങൾ കണ്ടതല്ലേ. കണ്ട മുട്ടെണ്ണം കായ് ഇത് പൊട്ടി വരുന്നുണ്ട്, ഇഷ്ടംപോലെ കായ് ഉണ്ടാകുന്നുണ്ട്. ഞാൻ വേറെ രാസവളമോ അങ്ങനത്തെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഈ നാട്ടിലെ അടുക്കള വേസ്റ്റും ഇങ്ങനെയുള്ളതല്ലാതെ കൊണ്ട് വേറെ ഒന്നും ഞാൻ ഉപയോഗിച്ചില്ല. പച്ചച്ചാണകം കലക്കോട്ട് ഒരിക്കൽ കലക്കി കൊടുക്കണത്ര. അത് കഞ്ഞിവെള്ളം തന്നെയാണ് കാര്യമായിട്ടുള്ള എൻ്റെ ഇത്. കഞ്ഞിവെള്ളവും പച്ചച്ചാണകത്തിലും കലക്കി കൊടുക്കും. ഇതിങ്ങനെ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ താണു പോകും. ഇത് കാണില്ലേ, താണു പോകുന്ന കാണില്ലേ. ഇത് കണ്ട തല ഇങ്ങോട്ട് പോയിട്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ കയറ് കീറിയിട്ട് കെട്ടി കൊടുക്കുന്നത്. ഇത് കെട്ടി കൊടുക്കുന്നത്. കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മേലോട്ട് കയറിക്കോളും. ആ തല കൊട്ടുന്നതിന് ഇങ്ങനെ നമ്മൾ വെച്ച് കെട്ടി കൊടുത്താൽ മുകളിലോട്ട് പോയിക്കോളും. അപ്പോൾ തിരിക്കലും ഉണ്ടാകുന്നുണ്ട്, കാണുന്നില്ലേ. ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇതാ ഉണ്ടാകുന്നത്. ഇത് വേണ്ട കക്കിരിക്ക വേണ്ട. കക്കിരിക്ക വേണ്ട. കക്കിരിക്ക വേണ്ട. കക്കിരിക്ക കണ്ടിട്ടില്ല. കക്കിരിക്ക വേണ്ട. ഇത് വേണ്ട കക്കിരിക്ക. കക്കിരിക്ക വേണ്ട. ഇത് വേണ്ട കക്കിരിക്ക. ഇത് കക്കിരിക്ക വേണ്ട. കക്കിരിക്ക വേണ്ട. കക്കിരിക്ക. പിന്നെ അടിയുണ്ട്. ഇതെല്ലാം തല ഇങ്ങനെ പോകുന്നത് മുഴുവൻ ഇങ്ങനെ തല പിടിച്ച് കെട്ടി ഇത് മുകളിലോട്ട് എപ്പോൾ കയറ്റി കൊടുക്കണം. തല മുകളിലോട്ട്. ഈ താഴെ താണു പോയാൽ പിന്നെ അതിൻ്റെ മേലെ കായ് ഉണ്ടാവില്ല.
തിരി താണ് പോയാൽ പിന്നെ തിരി വരില്ല, അത് പിന്നെ തിരി ചുരുണ്ടു പോകും. അതിനാണ് നമ്മൾ ഇതിങ്ങനെ വെച്ച് കെട്ടി കൊടുക്കും. ഇങ്ങനെ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഇങ്ങനെ കെട്ടി കൊടുക്കും. ഇങ്ങനെ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ മേലോട്ടേക്ക് ഒറ്റ പോക്ക് പോയിക്കോളും. അല്ലെങ്കിൽ മുകളിലേക്ക് പോകാൻ പറ്റുന്നില്ല എന്നാണെന്ന് വെച്ചാൽ ഇത് ചുരുണ്ടു പോകും. അത് ചുരുണ്ടു പോയ ഇത് വേണ്ട, ഇത് ഇങ്ങനെയുള്ളത്. ഇത് വേണ്ട കത്തിരിക്ക, കത്തിരിക്ക കത്തിരിക്കാതെ ഇത് വേണ്ട, ഇത് വേണ്ട കത്തിരിക്ക ഉണ്ടോ? അതിൻ്റെ മേലെ കത്തിരിക്ക ഉണ്ടോ? ഇതാ കത്തിരിക്ക ഞാൻ കാണിച്ചു തരേ. ഇത് കത്തിരിക്കാണ്. ഓക്കെ, ഇത് കത്തിരിക്ക വേണ്ട, ഇതാ കത്തിരിക്ക, ഇതാ വേണ്ട, ഇത് വേണ്ട കത്തിരിക്ക, ഇതാ ഇത് കത്തിരിക്കാണ്. ഓരോന്നിലും ഉണ്ടാകുന്നുണ്ട്, വേണ്ട നല്ലപോലെ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ കണ്ടതല്ലേ ഞാൻ ചെയ്യുന്ന കൃഷി. ഇത് മാത്രമല്ലാണ്ട് വേറൊന്നും ഇതിനൊരു വളവും ചേർത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇതിങ്ങനെ കെട്ടി കൊടുക്കാനാണ് നോക്കുന്നത്. ഇതെല്ലാം കെട്ടി കൊടുത്തിട്ട് വേണം നന്നായി കെട്ടിടിക്കണം. ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിലോട്ടേ കൂടി കയറ്റി കൊടുക്കണം, അല്ലെങ്കിൽ ഉണ്ടല്ല ഇതായിപ്പോവും. ഓരോന്നിലും വേറെ കെട്ടി കൊടുക്കണം. ഇത് കാണുന്നില്ല, ഇങ്ങനെ നമുക്ക് പിന്നെ ഇങ്ങനെ കെട്ടി കൊടുത്താൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുള്ളൂ. ഒരു തല മാത്രം കയറ്റി കൊടുത്താൽ പോകില്ല. ഈ തല തിരി അടിയിൽ നിന്നെല്ലാം പൊട്ടി വരുന്നേ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറ്റി കൊടുക്കണം. അതാണ് വേണ്ടത്, കാണുന്നില്ലേ? ഇനി ഇതിൻ്റെ മേലേന്ന് ഇങ്ങോട്ട് മുകളിലേക്ക് ഇത് മേലേ കൂടി അങ്ങ് പോവുക. ഇതൊന്ന് മുകളിലേ കൂടി പോവുക. ഇതൊന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് പരിക്കാൻ എത്തൂല, ആണല്ലേ? ഇത് മുകളിലേ കൂടി പോവുകയാണ്, പിന്നെ അത് പരിക്കാൻ കഴിയില്ല. കേട്ടോ, ഇതെല്ലാം അങ്ങോട്ടേ മുകളിലോട്ടേ പോവും. നമ്മൾ എത്ര താത്ത് വെച്ചാലും മുകളിലോട്ട് പോകുന്നതല്ലാതെ ഉണ്ട്. ഇത് മുകളിലോട്ട് പോകുന്നതല്ലാണ്ട് ഇങ്ങോട്ട് വരില്ല. അങ്ങനെയുണ്ട്. ഇനി പച്ചക്കറിക്കെല്ലാം ഇങ്ങനെ മുകളിലോട്ട് സൂര്യപ്രകാശം കിട്ടുന്നിടത്തോട്ട് പോയിക്കോണ്ടിരിക്കും. നമ്മളിനി എത്ര താത്തിട്ടോട്ട് ഇതിലെല്ലാം തേച്ച് മുതിരാന്ന് ഒന്നും ബാക്കിയില്ല. മുതിരാക്കി തൊടാൻ കഴിയണ്ടായി. ഇപ്പം ഇങ്ങനെയെന്ന് വെച്ചാൽ അതുകൊണ്ട് നമുക്കെന്ന് വെച്ചാൽ വേറെ കീടങ്ങളൊന്നും വരില്ല. ഈ ആ മുതിരുള്ളത് കൊണ്ട് കീടങ്ങളൊന്നും വരില്ല. കീടങ്ങളെല്ലാം ആ മുതിര് തിന്നോളും. അതാണ് ഞാൻ ഇവിടെ നട്ടാലുള്ള ഗുണം. എനിക്ക് മരുന്നടിക്കൽ പൈസ ലാഭമാണ്. മരുന്നടിക്കണ്ട, അതിന് എത്ര കഷ്ടപ്പാടുണ്ട് അറിയാം മരുന്നടിക്കട്ടിക്ക്. അതൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ്. അതുകൊണ്ട് ഇത് നല്ലൊരു ഇതാണ്. ഇത് അങ്ങനെ പറമ്പത്തുനിന്ന് കയറി വരുന്നതാണ് ആ മുതിര്. അത് ഒരു വള്ളിക്ക് കയറി ഇങ്ങ് വന്നു കഴിഞ്ഞാൽ ആ പിന്നെ ഇതിൻ്റെ ഇമലേ കൂടി ഇങ്ങ് വരും. ഇത് കണ്ടോ, ഇതാണ്. ഇത് വേണ്ട, ഇത് കണ്ട, ഇത് വഴുതിനിയാണ്. വഴുതിനി അല്ല, വഴുതിനി ഉണ്ടായിട്ടുണ്ടോ? ഇതാ ഇതാ വഴുതിന. വേണ്ട, ഇത് വഴുതിനിയാണ്. വേണ്ട, വഴുതിനി ഉണ്ടായിട്ടുണ്ടോ? ഇത് പൂക്കൾ കണ്ട, നല്ലപോലെ ഉണ്ട് പൂക്കൾ കണ്ട. ഇതാ കണ്ട, നല്ല പൂക്കളുണ്ട് കണ്ട. ഇത് കണ്ടോ, നല്ല കായെല്ലാം ഇഷ്ടംപോലെ ആ തുടങ്ങി. ഇത് വെണ്ടക്കയാണ്, കണ്ടോ. വെണ്ടക്ക ഞാൻ ഇന്ന് പറിച്ചു. ഇന്ന് രാവിലെ പറിച്ചു. ഇതെല്ലാം പറിച്ച് ആദ്യം ഉണ്ടാകുന്നുണ്ട്. ഒരുപോലെ അടിയിൽ നിന്ന് മേലോളം ഉണ്ടാകുന്നുണ്ട്, ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. കാണുന്നില്ലേ? ഇതെല്ലാം ഉണ്ടാകുന്നുണ്ട്, ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അതേപോലെ ഇത് വഴുതിനിയാണ്, വെള്ള വഴുതിനിയാണ്. ഇത് നീല വഴുതിനിയാണ്. ഇത് വെള്ള വഴുതിനിയാണ്. ഇത് കണ്ട, ഇത് കണ്ട കത്തിരിക്ക. ഇതാ കത്തിരിക്ക ഉണ്ടോ? ഇത് വെള്ള വഴുതിനിയാണ്. വലിയ വഴുതിനിയായിരിക്കും കേട്ടോ. പൂക്കുന്നുണ്ട, നല്ലോണം പൂക്കുന്നുണ്ട. അത് വലിയ എത്ര നീളം ഉണ്ടാകും. വെള്ള വഴുതിനിയാണ് അതാണത്. ഇതിപ്പം പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. തക്കാളി കാണിച്ചു തരാം. തക്കാളി, മുളകിലും എല്ലാം ഉണ്ടാകുന്നതിൻ്റെ കായ് പൂത്തിട്ട് വരുന്നുണ്ട്. കണ്ടോ, ഇത് വെണ്ടക്കയെല്ലാം ഇന്ന് രാവിലെ പറിച്ചതാണ്. ഇനിയിപ്പം തക്കാളിയാണ്. തക്കാളി കാണിച്ചു തരാം. ഇതെല്ലാം വെണ്ടയാണ്. വെണ്ട പൂത്തിട്ട് വരുന്നുണ്ട്. ഇതെല്ലാം വെണ്ട പൂത്ത് വരുന്നുണ്ട്. ഇതിപ്പം തക്കാളിയാണ്. ഇതും വഴുതിനിയാണ്.
വെള്ള വഴുതിനിയ. തക്കാളി കണ്ട പൂക്കുന്നുണ്ട. ഇതാ തക്കാളി പൂ വരുന്ന ഇതാ ഉണ്ടാ. തക്കാളി ആയത് കണ്ടാ പൂക്കുന്നുണ്ട. ഇതാ പൂവ് ഇതാ പൂവ് ഇതാ പൂവ്. അപ്പോൾ എല്ലാം പൂത്ത് കടിക്കും, പൂക്കുന്നുണ്ട്. ഇപ്പം അതിനും എല്ലാം ഓരോരോ കെട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അത് ഒടിഞ്ഞ് കെട്ടി വീഴുമോ. ഇങ്ങനെ കെട്ടണം. ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ മാത്രമേ നമുക്കത് പോവുള്ളൂ, അതവിടെ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇനി വെള്ളം അടിക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ മേലെ കൂടി മാത്രമേ സ്പ്രേ ചെയ്യൂ. എന്നാൽ നല്ല ഇതിൻ്റെ മേലാണ് പ്രാണികളെല്ലാം ഉണ്ടെങ്കിൽ അങ്ങ് തെറിച്ച് പോയിക്കോളും. അതെപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യില്ല. ഇത് കണ്ട ഇത് വെട്ടി കൊടുക്കട്ടെ. ഇത് തക്കാളി ഇങ്ങനെ നമ്മൾ വളരുന്നേനെ കെട്ടിക്കൊടുത്തോണ്ട് നിൽക്കണം. പൂത്തടി ഇനിയിപ്പം വേഗം കായ് തക്കാളി പൂത്തിട്ട് കായ് ആയാൽ കുറേ കായ് മൂക്കാൻ 1 മാസം വരെ വേണം. പഴുക്കടിക്കല് കായ് പൂത്തിട്ട് കായ് ആയാൽ 1 മാസം തന്നെ വേണം ശരിക്കും കായ് പഴുക്കടിക്കും. എന്നിട്ട് പഴുക്കൂല, വല്ല മൂപ്പ് വന്ന് ആയാൽ വിരിഞ്ഞാലും ഒരു മാസം തന്നെ ആവണം പൂക്കടിക്കൽ. ഇത് കണ്ട ഇനി മുളകാണ്. ഇത് മുളക് കണ്ട മുളക് കണ്ട നല്ല ഉഷാറിൽ വരുന്ന നല്ല ഉഷാറില്ലേ നോക്കിയാട്ടെ. നല്ല ഇതും കെട്ടിക്കൊടുക്കട്ടെ. താങ്ങ് പൊട്ടിപ്പോവും. ഇത് കെട്ടിക്കൊടുത്തിട്ടില്ലെങ്കിൽ അടന്ന് വീഴും. മുളക് ഉണ്ടായിട്ടില്ല. മുളക് ഒരുപോലെ ഉണ്ടാകുന്നുണ്ട്. ഇതാണ്ട ചെറുതെല്ലാം ഉണ്ടാകുന്നുണ്ട്. മുളകെല്ലാം ഉണ്ടായിക്കഴിഞ്ഞു. മുളക് എല്ലാം നല്ലപോലെ നിറച്ച് ഉണ്ടാകുന്നുണ്ട്. മുളക് ഇതും കെട്ടിക്കൊടുത്തിട്ടില്ലെങ്കിൽ പൊരിഞ്ഞ് വെട്ടിട്ട് ആയിരം പൊരിഞ്ഞ് വെട്ടി പോകും. അതുകൊണ്ട് ഇനിയിപ്പം ഇത് കെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് കെട്ടിക്കൊടുത്തത്. കെട്ടിക്കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം. മുളക് വേണ്ട ഇത് മുളകാണ് മുളകായി. അതുകൊണ്ട് മുളക് എല്ലാ സാധനവും ഉണ്ടായി തുടങ്ങി. ഇനി നമുക്ക് വേഗം ഇഷ്ടംപോലെ പരിക്കാൻ കിട്ടും. അത്രയും കുറേശ്ശിനെ നട്ടിട്ടുള്ളൂ. എല്ലാം കൂടി ആയാലും പിന്നെ ഇതിപ്പോൾ അത് കിട്ടി ആയിട്ടില്ല. ഇനി ഇതെല്ലാം കെട്ടിക്കൊടുക്കണം. ഇത് കയറെല്ലാം ഇങ്ങനെ താങ്ങ് കെട്ടിക്കൊടുത്താൽ മാത്രമേ നമ്മൾ വിചാരിച്ച പണിയെടുത്തതിന് നന്നാണെന്നുണ്ടെങ്കിലും അത് നമുക്ക് അത് അനുഭവത്തിൽ കെട്ടിടിക്കൽ ഇങ്ങനെ പിടിച്ച് കെട്ടിക്കൊടുക്കണം. അല്ലെങ്കിൽ അത് കൊല കൊത്തി പൊട്ടിപ്പോവും. ഈ കായ് ഉണ്ടായിട്ട് മൂക്കുമ്പോഴേക്ക് പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് ഇതിങ്ങനെ കെട്ടുന്നത്. ഇതിൻ്റെ മേലെ കൂടി വെള്ളം അടിക്കുമ്പോണ്ടല്ലോ ഇതങ്ങ് പൊട്ടി പോകും. അതുകൊണ്ട് ഇങ്ങനെ കെട്ടിക്കൊടുത്ത് താങ്ങും കൊടുത്തു കഴിഞ്ഞാൽ നമ്മളീ നല്ല ഉഷാറായി നല്ല തക്കാളിയായിട്ട് വളരുന്നുണ്ട്. നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. അത്രയും ആയില്ലോ. 1 മാസത്തിലിടക്കുള്ള പച്ചക്കറി ആയത്. ഒരു മാസം 30 ദിവസം അങ്ങനെ ആയില്ലോ. 35 ദിവസം ആയില്ലോ. അപ്പോഴേക്ക് തന്നെ കായ് ഉണ്ടായി തുടങ്ങി. ഒരു 40-45 ദിവസം ആകുമ്പോഴേക്ക് നല്ല ശരിക്ക് ഇഷ്ടംപോലെ പറിക്കാൻ കിട്ടും. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. പിന്നെ ഇന്ന് ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ പിന്നെ ആദ്യമേ കഷ്ടപ്പെട്ടിട്ട് ആക്കിയിട്ട് ഇത്ര വരെ ഇങ്ങനെയായി. നല്ലൊരു രീതിയിൽ തന്നെ പോകുന്നുണ്ട് എൻ്റെ പച്ചക്കറി. കാണാനും നല്ലൊരു ഏലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരങ്ങ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെല്ലാവരും സപ്പോർട്ടും എനിക്ക് വേണം. എനിക്ക് അത്രയും ആളെ നിങ്ങളെപ്പോലത്തെ ആളെ എനിക്കുള്ളൂ. എനിക്കാരുമില്ല. അതുകൊണ്ട് നമ്മൾ ഒരു കയ്യുന്ന പണി എടുക്കുക. നമുക്ക് കഴിയുന്നതായിട്ടല്ല, ഒരു നമ്മൾ സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പച്ചക്കറി നടുന്നത്. ഇപ്പം ഇത് കാണുമ്പം ഒരു കായെല്ലാം കാണുമ്പോൾ താലവലി അവിടെ കാണുന്നുണ്ട്, കക്കിരിക്ക് ഇപ്പുറം കാണുന്നുണ്ട്, ഇപ്പുറം വെണ്ടക്ക കാണുന്നുണ്ട്, അപ്പുറം മുളക് കണ്ടു തുടങ്ങി, തക്കാളി പൂക്കുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോഴേക്ക് എനിക്കൊരു നല്ലൊരു മനസ്സിനൊരു സന്തോഷം കിട്ടുന്നുണ്ട്. അതുപോലെ നിങ്ങൾ കാണുന്നത് നിങ്ങൾക്കും ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ പച്ചക്കറി കാണുമ്പോൾ നിങ്ങൾക്കും എല്ലാവർക്കും നല്ലൊരു സന്തോഷം ഉണ്ടാകും. ഇത് കാണാമെന്നുള്ളൊരു താല്പര്യം ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുക. നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും വരാം. നമസ്കാരം.